ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഒന്ന് നിന്നേടി. എന്താടാ? നിന്റെ നിത്യമണൽ തൊടുന്നവരൊക്കെ കൈ വെട്ടുവോ? നിത്യയുടെ നാത്തൂന് വെട്ടോടാ. സംശയം എന്താ? എങ്കിൽ നീ എന്റെ കൈ വെട്ടടി. ഒന്നും കൂടി ഉറപ്പിച്ച് ഞാൻ പറയാം. ആ പാതി ചത്ത ജന്തുവിന്റെ കവിളത്ത് പടക്കം പൊട്ടിച്ചതേ ഞാനാ. നീ പല്ലുറുമിട്ടൊരു കാര്യമില്ലടി. നീ ഇത് വിളിച്ചു പറഞ്ഞാലും മനോഹരനല്ലാതെ ആരും നിന്നെ വിശ്വസിക്കത്തുമില്ല. മുത്തശ്ശിയും പാർവതിയും, അയ്യോ അല്ല അമ്മയും ഒക്കെ ഇപ്പൊ ശരത്തിന്റെ റെജിമെന്റില്ല. എന്റെ നിത്യക്കുട്ടിയുടെ ചോര കുടിക്കാൻ കവളത്ത് വന്നിരുന്ന കൊതുകിനെ ഞാൻ അടിച്ചങ്ങ് തോന്നുന്നു. അതാവും കഥ. പ്ലേറ്റ് എങ്ങനെ വേണേലും മറിച്ചും തിരിച്ചുവിടാൻ ശരത്ത് മിടുക്കനാണെന്നറിയാമല്ലോ. ഇനിയും ഞാൻ നോവിക്കും. ഇഞ്ചിഞ്ചായി തീർക്കാൻ നോക്കും. ചോരയോട്ടം വന്നു തുടങ്ങുന്ന അവളുടെ ഓരോ ഞരമ്പുകളും ഞാൻ ഉണങ്ങിയ വാഴനാര് പരുവത്തിലാക്കും. അതേടി, നിത്യയ്ക്ക് അവശേഷിക്കുന്ന ജീവനെങ്കിലും ഈ ഭൂമിയിൽ മിച്ചം കാണണമെങ്കിൽ നീ എന്റെ ഭാര്യയാവും. സുധിയേട്ടൻ കെട്ടിയ ഈ താലി ഊരി അമ്പല ഭണ്ഡാരത്തിലിട്ടിട്ട് പിന്നെ ഞാൻ അണിയിക്കുന്ന താലി നിന്റെ കഴുത്തി കിടക്കും. മിന്നിത്തിളങ്ങണം. എത്ര നാളെ നീ ഇത് പറയുന്നതാ? നിന്റെ മരണം വരെ പറഞ്ഞാലും നടക്കാത്ത മോഹമായിട്ട് അത് ഇരിക്കത്തേ ഉള്ളൂ. ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകൾ വേഗത്തിൽ നടന്നു കയറുവാണടി ശരത്ത്. ഈ വീട്ടിലുള്ളവർ മനോഹരനുൾപ്പെടെ നിന്നെ പൂർണ്ണമായും വെറുക്കുന്ന ദിവസം ഉടനെ ഇങ്ങെത്തും. ഓൺ ദ വേയില നിന്നെ കാണാൻ നിനക്കുള്ള ഉപഹാരവുമായി ഒരാൾ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ശ്രാവൺ എന്ന പേര് നീ തപ്പിയെടുത്തു, എന്റെ സഹോദരന്. പക്ഷേ നീ പ്രഭാവതി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? പ്രഭാവതിയോ? അതെ, പ്രഭാവതി, ഞങ്ങളുടെ അമ്മ. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോടാ? എനിക്ക് നിന്റെ സഹോദരനെ അറിയില്ല, നിന്റെ അമ്മയും അറിയില്ല. സാരമില്ല, അവര് നേരിട്ട് വന്ന് നിന്നെ അറിയിച്ചോളും ആരാണെന്ന്. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവനും വിളിച്ച് നീ പ്രാർത്ഥിച്ചു. പറ്റാവുന്നത്ര ധൈര്യ ഊർജവും സംഭരിച്ചു വെച്ചു പ്രഭാവതിയുടെ കണ്ണുകളെ നേരിടാൻ. പ്രഭാവതി, അതാണ് പേര്. ആരാ? എന്റെ അമ്മയുടെ. വേറെ ആരെ? പ്രഭാവതി. കൊള്ളാം, നല്ല കുലീനത്തുള്ള പേര്. ആ ഒരു പ്രഭയും ഐശ്വര്യമായിരിക്കും ശരത്മോന് കിട്ടിയിരിക്കുന്നത് അല്ലേ? പിന്നെ തേജസ് വഴിഞ്ഞൊഴുകുമല്ലേ. തലയുടെ പുറകിലെ ഒരു പ്രകാശ വലയമുണ്ട്. മനോഹരേട്ടാ, ഒരാളെ പരിഹസിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ പരിഹസിയല്ലെന്നേ, പുകഴ്ത്തി പറഞ്ഞതല്ലേ. ശരത് മോന്റെ ദിവ്യ തേജസ്സിനെ പറ്റി. എന്റെ തേജസ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ അമ്മ പ്രഭാവതി നല്ല തേജസ്സുള്ള ആളാ. തീക്കട്ട പോലെ ജ്വലിക്കുന്ന ആളാ. ഉയ്യോ, ഇങ്ങോട്ടെങ്ങാനും വരുവോ ശരത് മോനെ? ഫയർഫോഴ്സിന്റെ വണ്ടി വല്ലതും വിളിക്കണോ? ആ, വേണ്ടി വരും. ഒരു യൂണിറ്റ് ഒന്നും പോരാ, 4-5 യൂണിറ്റ് ഫയർ എഞ്ചിൻ വേണ്ടി വരും. ഉയ്യോ, അല്ലെങ്കിലേ ഇവിടെ ചിലരിന്ന് കത്തുന്ന കാണാം. ഇടി വെട്ടിയ പച്ചമരം നിന്ന് കത്തുന്ന പോലെ. സത്യം പറ ശരത് മോനെ, ഈ പ്രഭാവതി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടോ? ഉണ്ടല്ലേ, അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് എന്റെ അമ്മയാക്കി നിർത്താൻ പറ്റൂ? അങ്ങനെ നിർത്തിയ ചരിത്രം ഉണ്ടല്ലോ. അത് പിന്നെ അന്ന് എങ്ങനെയെങ്കിലും നിത്യമായിട്ടുള്ള കല്യാണം നടക്കണമെന്ന് കരുതിയ. അത് മാത്രമല്ല, അന്ന് എനിക്ക് അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അയ്യോ, അതിനാ പറ്റിയേ? അമ്മ ഈ ഭൂഖണ്ഡത്തിലൊന്നും ഇല്ലായിരുന്നു.
അമ്മയും ഞാനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓ, അതൊക്കെ ഏത് കുടുംബത്തിലാ ഇല്ലാത്തത്? ആ അത് കറക്റ്റാ, ഇവിടെ ഉണ്ടല്ലോ. മനോഹരേട്ടാ, ശരത്ത് പറയട്ടെ. ഓ, മണകുണാഞ്ചം മിണ്ടാതിരിക്കാം. ശരത്ത് മോൻ പറഞ്ഞോ മോനെ. അല്ല, നേരത്തെ അമ്മ പുറത്തായിരുന്നു. ആ സമയത്ത് അമ്മയുടെ കൂടെ ചെല്ലാനും ബിസിനസ് നോക്കാനും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ചെല്ലായിരുന്നതിന്റെ ഒരു ദേഷ്യം. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. ആഹാ, അത്രേ ഉള്ളൂ. എന്നിട്ട് ശരത്ത് മോൻ എന്നാ ശരത്ത് മോനെ പോവായിരുന്നേ? എനിക്ക് അങ്ങനെ വേറെ ആരും ആശ്രയിച്ച് ജീവിക്കുന്ന താല്പര്യമില്ല അച്ഛാ. അത് കറക്റ്റാ, എനിക്കതറിയാവുന്നതാണല്ലോ. അങ്ങനെ അകൽച്ചയിലായിരുന്നോണ്ടാ ഞാൻ അമ്മയെക്കുറിച്ചൊന്നും പറയായിരുന്നത്. പക്ഷേ നിത്യയെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കല്യാണ പന്തലിൽ വരായിരുന്നതാ അമ്മ. അന്നേരമാ നിത്യക്കുട്ടി ഇങ്ങനൊരു ചതിപ്പെട്ട് കിടപ്പിലായത്. അതുകൊണ്ട് നിത്യക്കുട്ടിയെ കൂടി ഒന്ന് കാണാൻ വേണ്ടിയാ അമ്മ വരുന്നത്. അപ്പൊ ശരത്തിന്റെ അമ്മ വരും. അമ്മ വന്നിരിക്കും 3:30 തരം. അക്കാര്യത്തില് യാതൊരു മാറ്റവും ഇല്ല. പ്രഭാവതി. മൂക്കുമല്ല ഊഹമുണ്ട് ഈ ശരത്തിന്റെ അമ്മയെ പറ്റി. പ്രഭാവതി എന്നൊരു പേര് പറഞ്ഞു. എന്നോടും ഇതേ പേര് തന്നെയാ പറഞ്ഞത് അച്ഛാ, പ്രഭാവതി. എന്നോടെന്തോ പകരം ചോദിക്കാൻ അവര് വരുന്നതെന്നൊക്കെയാ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാച്ച, വരുന്നത് ശരത്തിന്റെ അമ്മ തന്നെയാ. ശ്രാവൺ എന്ന് പറയുന്നത് അവന്റെ സഹോദരനാണ് എന്നതും അവൻ സമ്മതിച്ചിട്ടുണ്ട്. എന്ത് തീവട്ടിക്കൊള്ളയും വാഗന്തയാണോ ഈ വരുന്നേ? നിത്യമോളെ കാണാനാ വരുന്നതെന്നാ പറഞ്ഞു. അതൊക്കെ ചുമ്മാ പറയുന്ന അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് എന്തോ പക തീർക്കാനാണ് അവരുടെ വരവ്. ശരത്തിന്റെ സംസാരത്തിൽ നിന്നും എനിക്കത് മനസ്സിലാവുകയും ചെയ്തതാ. അവരുടെ ടാർഗറ്റ് ഞാനാ. പിന്നെ ഇപ്പോ നിത്യയെ കാണാനെന്നും പറഞ്ഞല്ലാതെ ഇവിടേക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. എന്തായാലും വരട്ടെ. എങ്ങനെയൊക്കെ ആയാലും നേരിട്ടല്ലേ പറ്റൂ. ഇത്രയൊക്കെ നേരിട്ട സ്ഥിതിക്ക് പ്രഭാവതി എങ്കിൽ പ്രഭാവതി നേരിടാൻ തന്നെ ഞാനങ്ങ് തീരുമാനിച്ചു.